വ്യാജ സ്വർണം പണയപ്പെടുത്തി ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത പ്രതിയെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തു. വടകര നടക്കുതാഴെ സ്വദേശി ഷംസുദ്ദീനാണ് പോലീസിന്റെ പിടിയിലായത്. വടകരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 5ഓളം സഹകരണ ബാങ്കുകളിലാണ് വ്യാജ സ്വർണം പണയപ്പെടുത്തി പണം കവർന്നത്. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ സ്വർണമാണ് ബാങ്കുകളിൽ പണയപ്പെടുത്തിയത്. അപ്രൈസറുടെ പരിശോധനയിലാണ് വ്യാജ സ്വർണമാണ് പണയപ്പെടുത്തിയതെന്ന് തിരിച്ചറിഞ്ഞത്. ഗോവയിൽ നിന്നാണ് വ്യാജ സ്വർണം പണയപ്പെടുത്താൻ കൊണ്ടുവന്നത്. സ്വർണ്ണ പണയത്തിന് പിന്നിൽ വൻ കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇയാളുടെ കൂട്ടുപ്രതിയെ കൂടി പിടിക്കാനുണ്ട്. ഇയാളെ കൂടി പിടികൂടിയാൽ മാത്രമേ പണയസ്വർണത്തിന്റെ യഥാർത്ഥ കണക്ക് ലഭിക്കുകയുള്ളൂ. സ്വർണം പണയപ്പെടുത്തി 24 ലക്ഷം രൂപ വരെ തട്ടിയെടുത്ത ബാങ്കുകളുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ വരാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.